മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് വലിയ കുരുക്ക് മുറുക്കുകയാണ് കോടതി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് BJP വിജയിച്ചു കയറിയത്. പിന്നാലെ BJPയുടെ വലിയ വിജയത്തിൽ അട്ടിമറി സാധ്യതകളിലേക്കാണ് പ്രതിപക്ഷം വിരൽ ചൂണ്ടിയത്. ഈ കേസ് മഹാരാഷ്ട്രയിലെ കോടതിയിൽ നടക്കുകയാണ്. മെയ് മാസം 8-ാം തീയതി ഫട്നാവിസിനോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ വിഷയം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുമാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നിൽ പോലും മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെ നിയമ പോരാട്ടം ശക്തമാക്കി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. ഈ കേസാണ് ഇപ്പോൾ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നത്. ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യാപക ക്രമക്കേടുകൾക്കെതിരെയുള്ള പരാതിയിലാണ് BJP മുഖ്യമന്ത്രിക്ക് സമൻസ് നോട്ടീസ് നാഗ്പൂർ ബെഞ്ച് അയച്ചിരിക്കുന്നത്. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മഹായുതി സഖ്യം നേടിയ വമ്പൻ വിജയം സകല പോൾ പ്രവചനങ്ങളെയും എക്സിറ്റ് പോളുകളെയും തെറ്റിച്ചുകൊണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മടങ്ങിവരവും ഇന്ത്യ സഖ്യത്തിന്റെ മുൻതൂക്കവും കണ്ടയിടത്തായിരുന്നു ഒരു അട്ടിമറി വിജയം എന്നത് പലരിലും സംശയം ജനിപ്പിച്ച ഘടകമാണ്. ഫട്നാവിസിന്റെ സ്വന്തം സീറ്റിലെ വിജയവും തെരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടതോടെയാണ് കേസ് ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. നാഗ്പൂർ സൗത്ത് വെസ്റ്റ് നിയമസഭാ സീറ്റിൽ 39,710 വോട്ടുകൾക്കാണ് ഫട്നാവിസ് ജയിച്ചത്. ഫട്നാവിസിനോട് പരാജയപ്പെട്ട കോൺഗ്രസിന്റെ പ്രഫുല്ല വിനോദ് റാവു ഗുഡോദയാണ് തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെ പിഴവുകളും അഴിമതിയും വ്യാപക ക്രമക്കേടുകളും തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫട്നാവിസിന്റെ വിജയം അസാധുവായി പ്രഖ്യാപിക്കണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹുഡാദെ ഹർജി നൽകിയത്. ഇത് ഫയലിൽ സ്വീകരിച്ച കോടതി നിയമ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത്. പരാതി വിശദമായി കേട്ട ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിലെ ജസ്റ്റിസ് പ്രവീൺ പാട്ടീൽ കേസ് മെയ് 8-ന് മുഖ്യമന്ത്രി ഫട്നാവിസിനോട് മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിച്ചിട്ടില്ല എന്ന് ഗുഡാദയുടെ അഭിഭാഷകരായ പവൻ ദഹത്തും എബി മൂണും പറഞ്ഞിരുന്നു. അടുത്ത ദിവസം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ടതില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതിനിധി കോടതിയിൽ ഹാജരായി ഹർജിയിൽ മറുപടി നൽകേണ്ടി വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നേരത്തെ സമാനമായ കേസിൽ സുപ്രീം കോടതിയിൽ വരെ ഇന്ത്യ സഖ്യം കേസ് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും BJP നേതൃത്വം നൽകുന്ന മഹായുതി മുന്നണിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. ഇതോടെയാണ് നിയന്ത്രണം നഷ്ടമായ ഇന്ത്യ സഖ്യം നിയമവഴികൾ തേടിയത്. പല മണ്ഡലങ്ങളിലെയും പോൾ ചെയ്ത വോട്ടുകളും വോട്ടർമാരുടെ എണ്ണവും തമ്മിൽ പൊരുത്തപ്പെടാത്ത സാഹചര്യമുണ്ടെന്നിരിക്കെ കണക്കുകൾ നിരത്തി ബോധിപ്പിക്കാതെ ഓടിയൊളിക്കുകയാണ് BJP ചെയ്തത്. എന്നാൽ നിയമ പോരാട്ടങ്ങൾ ചൂടുപിടിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉത്തരം പറയേണ്ടി വരുമെന്ന സൂചനകളാണിപ്പോൾ പുറത്തുവരുന്നത്.